ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ? അതാണ് ഇന്നത്തെ വീഡിയോ. അതായത് നമ്മൾ ഒരുപാട് കൊമേഴ്ഷ്യൽ വെഹിക്കിളുകളെ കുറിച്ച് പറഞ്ഞു, അത് ലോഡ് കയറ്റിയിട്ടുള്ള റിവ്യൂകൾ പറഞ്ഞു, എത്ര മൈലേജ് കിട്ടുന്നു അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ്. അത് കണ്ടോക്കിയാലോ? സേഫ്റ്റി ഫസ്റ്റാണ്, അതുകൊണ്ട് നമുക്കൊരു ഹെൽമെറ്റ് വെക്കാം. ഇപ്പോൾ നമ്മളുള്ളത് ഒരു അസംബ്ലി ലൈനിലാണ്. അതായത് അസംബ്ലി ലൈനാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞത് അത് ആരംഭിക്കുന്നത് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്നാണ്. ഈ ഒരു ഭാഗത്ത് എത്തുന്ന സമയത്ത് ആദ്യം സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിന്റെ ബോഡി, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു എയ്സ് ഗോൾഡ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. പ്രധാനമായിട്ടും പെട്രോൾ വേരിയന്റും ഡീസൽ വേരിയന്റും പിന്നെ അതുപോലെ തന്നെ കളർ ചേഞ്ചുകളും. ഇപ്പോൾ ഈ വാഹനം ഉണ്ടാവും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ മറ്റൊരു സ്ഥലത്ത് ഈ ബോഡി നിർമ്മിച്ചിട്ട് അത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഫിറ്റ് ചെയ്യണം. ഇവിടെ ഇത് വെക്കുന്നതോട് കൂടിയിട്ടാണ് ഈ പ്ലാന്റിലെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അപ്പം ഇതിവിടെ പ്ലേസ് ചെയ്തു. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനും കാര്യങ്ങളൊക്കെ മെക്കാനിക്കലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഒരാളുടെ മേൽനോട്ടത്തിലാണ് ഇത് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യം കൊണ്ടുവന്നിട്ട് ഇതൊരു മൂവിങ് കൺവെയർ ബെൽറ്റ് ആണ്. കൺവെയർ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇതിങ്ങനെ പതുക്കെ മൂവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഈ വാഹനത്തിൻ്റെ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്ത് അവസാനം അസംബ്ലി ലൈന് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വാഹനം ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായി മാറും എന്നുള്ളത്. അപ്പോൾ ആ സ്റ്റെപ്പുകൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം. വാഹനത്തിൻ്റെ ബോഡി അവിടെ വെച്ചതിന് ശേഷം നമ്മൾ പറഞ്ഞു കൺവെയർ ബെൽറ്റ് പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. മൂവ് ചെയ്യുന്ന സമയത്ത് ഓരോ സ്റ്റേഷനുകളിലായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുക. അപ്പോൾ ഈ ഒരു ഫാക്ടറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഓരോ സ്റ്റേഷനിലും എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത് എന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഓരോ സ്റ്റേഷനിലും എന്തൊക്കെ കാര്യങ്ങൾ, അതുകൊണ്ട് ഇപ്പോൾ ഒരു സ്റ്റേഷനാണ് TR04 എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ. അവിടെ എന്തൊക്കെ ആക്ടിവിറ്റി നടക്കും എന്നുള്ള അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഇപ്പോൾ ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റിക്കറിങ്, അതായത് ഓരോ ASN നമ്പറുകളും പതിക്കുന്ന ചടങ്ങാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മൂവ് ഫോർവേഡ് ആവുന്ന സമയത്ത് ഓരോന്നും ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനും ഈ ഒരു ബാർകോഡും അല്ലെങ്കിൽ ഒരു നമ്പറും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഇവർ യൂസ് ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു ലൈനിനെ ടാറ്റ മോട്ടോഴ്സ് വിളിക്കുന്നത് ഡൈവേഴ്സിറ്റി ലൈൻ എന്നാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈനിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലേഡീസ് ആണ് എന്നുള്ളതാണ്. നല്ലൊരു കാര്യമല്ലേ? ഒരു ലേഡീസ് എംപവർമെൻറ്റിന് ടാറ്റ മുൻതൂക്കം നൽകിയിട്ടുണ്ട് എന്ന് പറയാം. ഡൈവേഴ്സിറ്റി ലൈനിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയണം. ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരേ സമയം ജോലി ചെയ്യുകയും അതിനൊപ്പം അവരുടെ എഡ്യൂക്കേഷൻ കൂടി നടക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വർക്കിംഗ് കഴിഞ്ഞ് 3 വർഷം കഴിയുന്ന സമയത്ത് ടാറ്റ മോട്ടോഴ്സ് ഇവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും എന്നുള്ളൊരു കാര്യം ഇവിടുന്ന് ഒരു എംപ്ലോയീൻ്റെ അടുത്ത് പറഞ്ഞു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ടാറ്റ അത്തരം കാര്യങ്ങളിൽ സൂപ്പറാണ്. ഇപ്പോൾ ഈ മെഷീൻ വെച്ചിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചേസിസ് നമ്പറിനെ പഞ്ച് ചെയ്യണം. അതായത് ഈ ഒരു ബോഡി വരുന്ന സമയത്ത് ഇതിനൊരു ചേസിസ് നമ്പർ ഉണ്ടായിരിക്കില്ല. ഇപ്പം ആ മെഷീൻ വെച്ചിട്ട് നമ്പർ പഞ്ച് ചെയ്യും. അടിപൊളിയല്ലേ? അത് പഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരത് ചെയ്തു, പഞ്ച് ചെയ്തു, അതൊരു ഡോക്യുമെൻ്റ് ആക്കി എന്നുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു വണ്ടിയുടെ റിവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ചേസിസ് നമ്പർ, അതാണ് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അത് പഞ്ച് ചെയ്യുന്ന രീതി ഇതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സ്നോർക്കലിന് ഫിറ്റ് ചെയ്യുന്നതാണ്. അതിനവർ സെറ്റ് ചെയ്യാണ്. തൊട്ട് മുമ്പ്, അതായത് ഈ ഒരു ബെൽറ്റിലേക്ക് എത്തുന്നതിന് മുന്നേ ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കേബിളിങ്സ്, വയർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. പിന്നെ ഈ ഒരു ബ്ലാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇതിലൂടെയൊക്കെ പ്ലേ ചെയ്യും. മീൻസ് കൊണ്ടുപോകും, മെഷീൻസൊക്കെ ഉപയോഗിക്കും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സ്ക്രാച്ച് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലാക്ക് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. അപ്പം വർക്കേഴ്സിന് എന്ത് ചെയ്യാം, കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കുമ്പോഴും തട്ടുമ്പോഴും അത് വാഹനത്തിന് സ്ക്രാച്ചായി എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. ഇനി ഹെഡ് ലാമ്പ് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഹാലജൻ ഹെഡ് ലാമ്പ് യൂണിറ്റ്, അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നൈസ്. ഭയങ്കര എക്സ്പേർട്ടായിട്ടല്ലേ ചെയ്തത്. കാര്യം ഒരുപാട് കാലമായിട്ട് ചെയ്തുകൊണ്ടുള്ളൊരു എക്സ്പീരിയൻസ് ആ ഒരു ചെയ്യുന്ന കാര്യത്തിൽ കാണുന്നുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടിയെ കുറിച്ച് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സീറ്റ് ബെൽറ്റ്. ആ സീറ്റ് ബെൽറ്റ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ. അടിപൊളി. അവിടെ സീറ്റ് ബെൽറ്റ് ഫിറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മളെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്തു. അതായത് ഡാഷ്ബോർഡ് വെച്ചു. ഇനി വെക്കാനുള്ളത് വിൻഷീൽഡാണ്. അപ്പോൾ വിൻഷീൽഡ് ഇതേപോലെ ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. അത് ഫിറ്റ് ചെയ്യേണ്ട രീതികളും കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ടെംപ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചതിന് ശേഷം ഇപ്പുറത്തേക്ക് വന്നിട്ട് ഇവിടെ നിന്നാണ് ഇതിൻ്റെ ഗമ്മ് വെക്കുന്നത്. അതായത് നമ്മൾ വിൻഷീൽഡിനകത്ത് ഒട്ടിച്ച് വെക്കാനുള്ള ഗമ്മ്. ഇവിടെ നിന്ന് ഗമ്മ് ഫിറ്റ് ചെയ്തതിന് ശേഷം വാഹനത്തിനകത്തേക്ക് ഫിറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ നമുക്കൊന്ന് ജസ്റ്റ് കാണാം. മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ട് അങ്ങോട്ട് വെച്ചു. ഇനി ഇത് അങ്ങോട്ട് മൂവ് ആവും. യെസ്, അതാട്ടോ, അതങ്ങോട്ട് നീങ്ങി വന്നു. ഇനി ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റി ഒന്ന് കാണാം. സംഭവം നല്ല രസമുണ്ടല്ലേ? ഫുള്ളി സിസ്റ്റമാറ്റിക്. അതായത് രണ്ടും കൂടിയാണ്, സിസ്റ്റം ഉണ്ട് അതോടൊപ്പം തന്നെ മാൻ പവറും ഉണ്ട്. അപ്പോൾ ഇനി ടൈറ്റായി. ഇനി എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ആകാംക്ഷയോടെ. യെസ്, ഓ മെഷീൻ വന്ന് നോക്കിയാൽ റോബോട്ടിക് ഹാൻഡ് വന്നു. അതിൻ്റെ ചുറ്റിലും ഗമ്മ് വെക്കുന്ന നോക്കിയാൽ
അപ്പോൾ ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. പക്ഷേ വെച്ചാൽ ഒരുപാട് വീഡിയോകളിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ളൊരു സാധനം നേരിട്ട് കാണാൻ കഴിയാണ്. ഓക്കെ, റിലീസ് ചെയ്തു. ഇനി എന്താ സംഭവിക്കുന്നത്? സാധനം പോയിട്ട് അതിനെ എടുത്ത് കൊണ്ടുവരാൻ പോകാൻ തോന്നണു. സക്ക് ചെയ്തിട്ട് എടുത്തു. ഇനി ഇവിടുത്തെ മറ്റുള്ളവർക്ക്, അതായത് കൺവെയർ ബെൽറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ വന്നിട്ടുണ്ട്. അവരിനി പുറത്ത് അതിൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എടുക്കും. ഉണ്ടോ, അവർ വന്നു, രണ്ടാളും കൂടി അത് ലോക്ക് ചെയ്തിട്ട് എടുത്ത് കൊണ്ടുപോവാണ്. യെസ്. ഇനി നമ്മൾ വണ്ടീൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഇത് ഫിറ്റ് ചെയ്യണം. ശരിക്കും ആ വെക്കണമൊക്കെ ഞാൻ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ട് കറക്റ്റായിട്ട് അവർക്കറിയാം. പഞ്ച് ചെയ്തു. ഒപ്പം തന്നെ അവർ മറ്റേ ഇത് വെക്കുന്നുണ്ട് കേട്ടോ, അതായത് നമ്മളെ റിയർ വ്യൂ മിറർ. അതിപ്പോൾ ഒരു ലോക്ക് പോലത്തെ ഒരു സിസ്റ്റമാണ്, അത് വെച്ച് ഡൺ. അപ്പം ഇതുവരെ ഇപ്പോൾ നമ്മൾ കണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഡാഷ്ബോർഡ് വെക്കുന്നത് കണ്ടു, അതുപോലെ ഹെഡ് ലാമ്പ് വെക്കുന്നത് കണ്ടു, വിൻഷീൽഡ് വെക്കുന്നത് കണ്ടു. ഇപ്പോൾ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ആയി. ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇങ്ങനെ കൺവെയർ ബെൽറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനി ഇവർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈപ്പറിനെ ഫിറ്റ് ചെയ്യാണ്. അതുകൊണ്ടോ, അത് വളരെ സിമ്പിൾ പ്രോസസ്സാണ്. കാരണം നേരത്തെ അതിൻ്റെ എല്ലാ എക്യുപ്മെൻസും സെറ്റ് ചെയ്തുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യേണ്ട ആവശ്യം മാത്രമേ അവർക്കുള്ളൂ. ഇവിടെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സൈഡ് വ്യൂ മിറർ, അതുപോലെ തന്നെ ബീഡിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഡോർ പാനൽസും ഇവിടെ തന്നെയാണ് ഇവർ സെറ്റ് ചെയ്യുന്നത്. ഈ ഒരു സാധാരണ നമ്മൾ കണ്ടില്ല, റൊട്ടേറ്റ് ചെയ്യുന്ന ബട്ടൺ, അതുപോലെ തന്നെ ബ്ലാക്ക് ഭാഗം തുടങ്ങിയിട്ടുള്ളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തു. ഇപ്പോൾ ഏകദേശം ഡാഷ്ബോർഡൊക്കെ റെഡി ആയി തുടങ്ങി. നമ്മളിപ്പം സാധാരണഗതിയിൽ കണ്ടുവരുന്ന ആ ഒരു രീതിയിലേക്കൊക്കെ വന്നു. സ്റ്റിയറിംഗ് കോളം. ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഡോറൊക്കെ ഒന്ന് വലിച്ച് തുറന്ന് അടക്കും, അതുപോലെ തന്നെ മിററൊക്കെ ഒന്ന് പൊക്കി നോക്കും, അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ വെച്ചതൊക്കെ പെർഫെക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെഷനാണ് ഇപ്പോൾ. സ്റ്റേഷൻ നമ്പർ 27 ഇപ്പോൾ നമ്മളുള്ളത്. മുന്നോട്ട് പോവാം. ഇവിടം വരെയാണ് ഏറെക്കുറെ ഇൻറ്റീരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അസംബിൾ ചെയ്യുന്നത്. ഇനി ഇവിടെ നിന്ന് സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടീനെ പൊക്കും. ആണോ, അവിടെ പൊങ്ങി നിൽക്കുന്നത് അതുപോലെ പൊക്കിയിട്ട് ഇനി അങ്ങോട്ടുള്ള യാത്രകൾ മുഴുവനും താഴ്ഭാഗത്തിൻ്റെ അസംബ്ലിങ് ആണ്. അതായത് നമ്മുടെ എൻജിൻ ഭാഗം, അതുപോലെ തന്നെ സൈലൻസർ, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ വാഹനത്തിന് അണ്ടർ ബോഡി എന്ന് പറയില്ല, ആ സാധനങ്ങളുടെ മുഴുവൻ അസംബ്ലിങ് ആണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ താഴെ ഉണ്ടായിരുന്ന ഈ വാഹനങ്ങളെ ഇനി ലിഫ്റ്റ് ചെയ്യും. അതും ഒരു മെക്കാനിക്കൽ ക്രെയിൻ പോലത്തെ സംഭവം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനിയുള്ളത് അണ്ടർ ബോഡി കാര്യങ്ങളൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ വാഹനം ലിഫ്റ്റ് ചെയ്തതിന് ശേഷം എത്തുന്ന ആദ്യ സ്റ്റെപ്പ് ഇതാണ്. ഇവിടെ നമ്മൾ ഓൾ ബ്രേക്ക് ലൈൻസ്, അതായത് ബ്രേക്ക് ലൈൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യും. അടുത്ത സ്റ്റെപ്പിലാണ് എൻജിൻ ഫിറ്റ് ചെയ്യുന്നത്. അത് നോക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതാണ് എൻജിൻ വരുന്നത്. ഒരു പെട്രോൾ എഞ്ചിനാണ്. അപ്പോൾ അത് അതിൻ്റെ അടിയിലേക്ക് വെച്ചു. ഇനി എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഈ സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മൂവ് ചെയ്യുന്നത് കേട്ടോ. അതായത് നമ്മൾ ലിഫ്റ്റ് ചെയ്തിട്ടുള്ള ബോഡി മൂവ് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, കേബിൾസ് കാര്യങ്ങളൊക്കെ മാനുവലി, അത് സ്വാഭാവികമായിട്ട് മാനുവലി ചെയ്യുന്നു. എന്നിട്ട് ഈ സംഭവം ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അടിയിൽ നിന്ന് മുകളിലേക്ക് പൊക്കിയിട്ട് ആയിട്ട് കറക്റ്റ് ആക്കുന്ന ഒരു എൻജിൻ ഒരു ഫാക്ടറിയിൽ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പൊസിഷൻ കറക്റ്റ് ആക്കി കൊടുത്തു, അതായത് കറക്റ്റ് ലോക്ക് ആവാൻ വേണ്ടിയിട്ട്. അവർക്ക് ആ കറക്റ്റ് ആ ഒരു ഗ്യാപ്പ് അറിയാം, അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. കറക്റ്റ് അതിനകത്തേക്ക് ഉണ്ടാവും, ആ ഒരു സ്പേസിലേക്ക് കറക്റ്റ് ലോക്കാക്കി. ഇനി എന്ത് ചെയ്യണം, അവർ അതിൻ്റെ നെട്ടും ബോൾട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് പെർഫെക്റ്റ് ആക്കണം. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പൊസിഷനാണ് നമ്മളുള്ളത്. അതായത് ആക്സിലിനെ ഫിറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഇതുവരെ നമ്മൾ കണ്ട രീതിയിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങൾ വരുന്നു. ഒന്ന്, നമ്മൾ ഈ ഒരു മൂവ്മെൻ്റ് ഉള്ള ഒരു പ്ലാറ്റ്ഫോം, അതിനെ ACV എന്നാണ് വിളിക്കുന്നത്, ഓട്ടോമാറ്റിക് കൺട്രോൾഡ് വെഹിക്കിൾ. ഇത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മുകളിലുള്ള കൺവെയർ ബെൽറ്റ്, അതായത് ഈ ഒരു ചെയിൻ, ഇത് മൂവ് ആവുന്നതിനനുസരിച്ച് ഇതും മൂവ് ആയിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇത് കറക്റ്റ് എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആക്സിലിനെ അതിനകത്തേക്ക് ഫിറ്റ് ചെയ്യും. അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്സും കാര്യങ്ങളും, അതായത് കംപ്ലീറ്റ് കാര്യങ്ങൾ അദ്ദേഹം മാനുവലി സെറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാറ്റ മോട്ടോഴ്സിൻ്റെ പ്ലാന്റിൽ, LCVയുടെ പ്ലാന്റിൽ മെക്കാനിക്കൽ കൺട്രോളും ഉണ്ട്, മാനുവൽ കൺട്രോളുകളും ഉണ്ട്. അതായത് സ്റ്റാഫുകൾക്കും റോബോട്ടുകൾക്കും ഇത്തരത്തിലുള്ള മെഷീനുകൾക്കും തുല്യമായ പങ്കാണ്. ആണ് പൊങ്ങി അത് പൊസിഷൻ കറക്റ്റ് ആക്കുകയാണ്. ബാക്കിലത്തെ ആക്സിൽ, അതായത് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇവിടുന്ന് ഫിറ്റ് ചെയ്യും. ഈ ഒരു കൺവെയർ ബെൽറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു U-ഷേപ്പ്ഡ് ബെൽറ്റാണ്. അപ്പോൾ ഇവിടം വരിക ആക്സിൽ, അതായത് ബാക്കിലത്തെ ആക്സിൽ കണക്ട് ചെയ്തതിനു ശേഷം സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മുകളിലൂടെ കണ്ടോ ഇപ്പുറത്തേക്ക് എത്താണ്. ഇപ്പുറത്തേക്ക് എത്തിയതിന് ശേഷമാണ് ഇവിടെ ഫ്രണ്ട് ആക്സിൽ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ വെച്ച് സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും ഫ്രണ്ട് ആക്സിൽ, അതുപോലെ ബ്രേക്ക്, ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ. ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഡ്രം ബ്രേക്കാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ സെറ്റ് ചെയ്യാണ്. എന്നിട്ട് അടുത്ത ലെവലിലേക്ക് മൂവ് ചെയ്യും. അവിടെ നമ്മൾ ACV ഉണ്ടല്ലോ, ഓട്ടോമാറ്റിക് ഗൈഡഡ് വെഹിക്കിൾ. അതേപോലെ തന്നെ ഇവിടെ ഉള്ള ഈ ഒരു മെഷീൻ്റെ പേരാണ് റെയിൽ ഗൈഡഡ് വെഹിക്കിൾ എന്ന് പറയുന്നത്. ഒരു റെയിൽ ട്രാക്ക് ഉണ്ടോ. ഈ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ കറക്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിവേഴ്സ് പോവും, അടുത്തതിനെ പിക്ക് ചെയ്ത് വരും, റിവേഴ്സ് പോവും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും.
ഇനി ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ടൈറ്റ് ചെയ്യാൻ കണ്ടില്ല, പലതും മാനുവലി ടൈറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വെച്ച് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക്കലി എല്ലതും ടൈറ്റ് ചെയ്യണം. അതായത് എല്ലാ ക്രിട്ടിക്കൽ ജോയിൻറ്റുകളും ആവശ്യത്തിനുള്ള ടോർക്ക് ഉണ്ട് എന്നുള്ളത് മെക്കാനിക്കലി ഇവർ ഉറപ്പുവരുത്താൻ പോവുകയാണ്. അതിൻ്റെ ഒരു മെഷീനും അതിൻ്റെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ടോ. ആക്സിൽ നേരത്തെ വെച്ചതൊക്കെ ഇവർ മെക്കാനിക്കലി എന്ത് ചെയ്യണം, ഒന്നുകൂടി ടൈറ്റ് ചെയ്ത് എല്ലാം സേഫാണ്. കാരണം ടാറ്റ എപ്പോഴും സേഫ്റ്റിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണല്ലോ. അതുകൊണ്ട് എല്ലാം സേഫാണ് എന്നുള്ളൊരു സാധനത്തിന് മേക്ക് ഷുവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ സെക്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനിലേക്ക് എത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ വീൽ ടൈറ്റനിങ് ആണ്. അതായത് വീല് മാനുവലി വെച്ചിട്ട് പിന്നെ അത് ടൈറ്റ് ചെയ്യാണ്. അപ്പോൾ അവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ കേട്ടോ, മെക്കാനിക്കലിയാണ് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടതൊക്കെ ഇതിൻ്റെ മെക്കാനിക്കൽ ഫിറ്റിംഗ് പരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഈ വാഹനം പോകുന്നത് ടെസ്റ്റിങ്ങിലേക്കാണ്. അതായത് ഇത്രയും കാര്യം ചെയ്തതെല്ലാം ശരിയാണോ, വർക്ക് ചെയ്യുന്നുണ്ടോ തുടങ്ങിയുള്ള ചെക്കിങ്. അപ്പം അവിടെ നിന്ന് എന്ത് ചെയ്യണം, വാഹനത്തെ നേരത്തെ നമ്മൾ അപ്പ് ചെയ്തില്ല അതേപോലെ തന്നെ താഴേക്ക് കൊണ്ടുവരും. ഇവിടെ വെച്ചിട്ട് എഞ്ചിൻ ഓയിൽ ഫില്ല് ചെയ്യും, കൂളൻ ഫില്ല് ചെയ്യും, അതുപോലെ ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ അതെല്ലാം ഫില്ല് ചെയ്തിട്ട് ടെസ്റ്റിംഗ് ഏരിയയിലേക്ക് കൊണ്ടുപോകുന്ന സെക്ഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ മൂവ് ചെയ്യുന്നൊരു സെക്ഷനാണ്. ബെൽറ്റ് കൺവെയർ ബെൽറ്റ് പോലെയാണ്. അതങ്ങനെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ടെസ്റ്റിംഗ് ഏരിയയിൽ നോക്കാം. ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്താണ്. യെസ്, ഒരു ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. ഇനിയുടെ ഈ സെക്ഷൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വീൽ അലൈൻമെൻറ്റിലേക്ക്. ഇപ്പം ഇവിടെ നിന്നൊന്ന് ടെസ്റ്റായി ഇനി വീൽ അലൈൻമെൻറ്റ് ചെയ്യും. അതിനുള്ളൊരു ഏരിയയാണ് ഇവിടെ കൊടുത്തുള്ളത്. ഇനിയിപ്പോൾ വാഹനം എത്തിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോളിംഗ് ആൻഡ് ബ്രേക്ക് ടെസ്റ്റിംഗ് ആണ്. അതായത് വാഹനം മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാവും, അതുപോലെ ബ്രേക്ക് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചാണ് ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. ബാക്കിലത്തെ വീല് മൂവ് ചെയ്ത് നോക്കുന്നു, ഫ്രണ്ടിലത്തെ വീല് മൂവ് ചെയ്ത് നോക്കുന്നു, ബ്രേക്ക് ചെയ്ത് നോക്കുന്നു, ഒക്കെ സംഭവിക്കും. ഇപ്പോൾ മൂവ് ചെയ്യുന്നു, ആക്സലേഷൻ കൊടുക്കുകയാണ്, ഉണ്ടാവും. സ്പീഡിൽ നല്ല ടോർക്കെല്ലാം കൊടുത്ത് ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് ബ്രേക്ക് ചെയ്ത് നോക്കും, ഒക്കെ സംഭവിക്കും. ഇപ്പോൾ നമ്മളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊസീജിയറിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പിലാണ്. എല്ലാ കാര്യങ്ങളും ഒന്നും മേക്ക് ഷുവർ ചെയ്ത് ഇനി ഈ വാഹനം ചെയ്യാൻ പോകുന്നത് ട്രാക്കിലേക്ക് ടെസ്റ്റിന് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതായത് എല്ലാ കാര്യങ്ങളും ഫിറ്റ് ചെയ്തു, ഇതിൻ്റെ ഫ്രണ്ടൊക്കെ കണ്ടോ എല്ലാം ക്ലോസ് ചെയ്തു, ടാറ്റ മോട്ടോഴ്സിൻ്റെ ലോഗോ വെച്ചു, എല്ലാ കാര്യങ്ങളും ഫൈനലൈസ് ചെയ്ത് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അതെല്ലാം വെരിഫൈഡ് ആണെന്ന് ഉറപ്പ് വരുത്തി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഡ്രൈവർമാർ ഇതിൻ്റെ ട്രാക്കിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ട്രാക്കിൽ ഓടിച്ചു നോക്കി 100% ഓക്കെ ആണ് എന്നുള്ള ഉറപ്പ് വരുത്തിയതിനു ശേഷം ഈ സംഭവം PDIയിലേക്ക് പോകും. PDIൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം ഇത് ട്രക്ക് ചെയ്ത് ഓരോ ഡെസ്റ്റിനേഷനിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക്, തിരൂരിലേക്ക്, മലപ്പുറത്തേക്ക്, കോഴിക്കോട്ടേക്ക് ഒക്കെ കൊണ്ടുപോകും. അപ്പോൾ ഇതാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ LCV പ്ലാന്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതായത് ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ പ്ലാന്റുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറച്ചധികം എഫേർട്ട് എടുത്ത് ചെയ്തൊരു വീഡിയോ ആണ്. ക്യാമറയ്ക്ക് പിറകിൽ നമീർ ബ്രോ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നുള്ളൊരു കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.